ഇതിലേക്ക് ഒരു കംബാക്ക് ആയിട്ടുള്ള നിലയിൽ തിരിച്ചുവരവ് ഇത്രയും വലിയൊരു വിജയം എങ്ങനെയുണ്ടായിരുന്നു? ഫീലിംഗ് എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു വിജയ ചിത്രത്തിൽ ഒരു നല്ല ടീമിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ല, ഞാൻ അങ്ങനെ സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. അഭിലാഷേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് നീ ഇത് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അത്രയും നല്ലൊരു ക്യാരക്ടറായിരിക്കും നമുക്ക് തരുന്നത്. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, പക്ഷേ അത് ആ ഒരു കഥയുടെ ഒരു കൊണ്ടുപോകുന്ന ഈ ഒരു ക്യാരക്ടറാണ്. അപ്പം വീട്ടിലിരിക്കേണ്ട അങ്ങനെ വലിച്ച് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് സന്തോഷമുണ്ട്. നല്ല ടീമിനൊപ്പം. പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ശശാങ്കർ സാറിൻ്റെ മൂവിയിൽ. അതൊരു മൂവി ഇന്നാണ് എല്ലാവരോടും ഞാനിത് പറയുന്നത്. ആക്റ്റീവായിട്ട് മുമ്പ് വർഷങ്ങൾ നിന്ന സമയത്ത് പോലും നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു കോയിൻസിഡൻസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മൂവി ചെയ്ത പോലത്തെ ഒരു സന്തോഷമാണ്. അല്ലാതെ ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പടത്തിനായിട്ട്. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അത് ഏത് സിനിമകളാണെങ്കിലും അതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം ചേച്ചിക്ക് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? കാരണം പടം കണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരുടെയും ജോലിയാണ് എന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനല്ലേ തോന്നുന്നത്. നമ്മൾ ചെറിയ ചെറിയ കുറ്റങ്ങളോ കുറവുകളോ അതൊന്നും അത് ഏത് പടത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ ശരിക്കും അത് ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ എൻകറേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുറഞ്ഞപക്ഷം ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഇപ്പോൾ ഏത് സിനിമയെ കുറിച്ചാണെങ്കിലും അതങ്ങനെ പറയാൻ പാടില്ല. അതൊരു ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി ബേസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യട്ടെ. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആരും തളർത്താതിരിക്കുക എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുക, പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും വരിക. സിനിമകൾ പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. എനിക്കിപ്പം ഈ പടത്തിലേക്ക് ഡബ്ബിങ്ങിൽ ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മെമ്മറീസൊക്കെ വന്നത്. ഓക്കെ, ഇനി ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടമൊക്കെ വന്നത്. അപ്പം നല്ല ടീമിനൊപ്പം ഇതുപോലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. വരുന്നുണ്ടോ അങ്ങനെ ഓഫേഴ്സൊക്കെ? ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലൂടെ ആയിരിക്കും ഒരു പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട്. വന്നാൽ ചെയ്യല്ലോ, വന്ന് ചെയ്യണം എന്നാണ് ആഗ്രഹം. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുമതി വളവിലെ ഭാമ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതൊരു അല്ല, വേറെ നായികയുടെ കഥാപാത്രത്തിന്റെ പേര് മാളു എന്നാണ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് മാളു എന്നാണ്. നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ പേര് ഭാമ എന്നാണ്. ഭാമയും തുടരും. ഭാമ തുടരട്ടെ. താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ സസ്പെൻസ് ആയിട്ടാണ് വെച്ചത്. ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് റിവീൽ ആവുന്നത് അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു? പ്രൊമോഷൻ ഒന്നും ഇവരോടൊപ്പം പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അതൊക്കെ എങ്ങനെ? നിങ്ങൾക്ക് ഞാൻ ഒരു ഫാക്ട് പറയട്ടെ. ചേച്ചിയുടെ ആദ്യത്തെ പടം എൻ്റെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു. ചേച്ചിയുടെ സെക്കൻഡ് എൻട്രി